My dear students, ഡോക്ടർ ജെയിംസ് ടൈലർക്കിൻ്റെ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ പഠിക്കുക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 353 എപ്പിസോഡിൽ ബാറ്റ കാർബോണിക്ക എന്ന അധ്യായത്തിൻ്റെ 7ാമത്തെയും അവസാനത്തെയും ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. പർട്ടിക്കുലർ സിംറ്റംസ് ആണ് ഇവിടെ പറയുന്നത്. വിശേഷിച്ചും ഇമ്പോർട്ടൻസി, സവിശേഷമായ ബാറ്റയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ചേർന്ന് വരുന്ന ഇമ്പോർട്ടൻസിയെ, ജെനിറ്റൽസിൻ്റെ വീക്ക്നെസ്സിനെ എങ്ങനെ ഇത് ഹീൽ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ സ്വനപേടകവുമായിട്ടും ശ്വാസകോശമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സവിശേഷമായ ഒരു മൊഡാലിറ്റിയുള്ള ചുമ. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് ഇതിൻ്റെ അവസാന ഭാഗത്തോട് ചേർന്ന് കെൻറ്റ് പറയുന്ന ഹോമിയോപ്പതി ഔഷധങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ. നേരത്തെ പറഞ്ഞ പോലെ ഓർഗൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോമിയോപ്പതിക് ഔഷധങ്ങളെക്കുറിച്ച് അറിയില്ലാതെ ബെലഡോണയെയും സിങ്കോണയെയും കുറിച്ചൊക്കെ അറിയാതെ ഇനി വായിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നിയ സമയത്ത് റാവൻ ലൈബ്രറിയിൽ മുഴുവൻ തപ്പി റഫറൻസ് സെക്ഷനിൽ കണ്ട ഈ പുസ്തകം, ഞാൻ ബെലഡോണയാണ് വായിച്ചു തുടങ്ങിയത്. പിന്നെ ചൈന ഒക്കെ വായിച്ച ശേഷം ആ ബെലഡോണോട് ചേർന്ന് ആ ആദ്യമ ഘട്ടത്തിൽ തന്നെയാണ് ഈ ബാറ്റ ഞാൻ കാണുന്നത്. വിശേഷം അതിൻ്റെ ആ ഒരു മെൻ്റൽ സ്റ്റേറ്റ്, ഇൻ്റലക്ച്വൽ കണ്ടീഷനൊക്കെ താല്പര്യം തോന്നിയുകൊണ്ട് ശ്രദ്ധിച്ച് വായിച്ചതാണ്. വാസ്തവത്തിൽ നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഗുരുനാഥന്മാരിൽ നിന്നും ക്ലാസ് മുറികളിൽ നിന്നും മറ്റ് പുസ്തകങ്ങളിൽ നിന്നും കിട്ടുന്ന അറിവുകൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ അന്നൊക്കെ ആരും പറഞ്ഞു തരാനില്ലാതെ എറണാകുളം പബ്ലിക് ലൈബ്രറിയും അവിടെ കിട്ടുന്ന പുസ്തകങ്ങളും മാത്രം. എൻ്റെ കോളേജും പ്രൊഫസർമാരും എല്ലാം അതുതന്നെയായിരുന്നു. അന്ന് അതിൽ നിന്ന് കിട്ടിയ ഈ ഒരു അറിവ്, എങ്ങനെ ഒരു ഔഷധം പ്രവർത്തിക്കുന്നു, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്, രോഗി എന്ന് പറയുന്നത് എന്താണ്, അയാളുടെ വൈറ്റാലിറ്റി, വൈറ്റൽ ഡിറേഞ്ച്മെൻറ്റ്, അതിലേക്ക് കയറി ചെല്ലുന്ന ഔഷധം അതെങ്ങനെ പ്രവർത്തിക്കുന്നു, അതിനെക്കുറിച്ച് കിട്ടിയ ചില അറിവുകൾ. പിന്നീട് ബാബുചേട്ടനാണ് ഈ ഒരു പുസ്തകം ഈ വീട്ടിൽ കൊണ്ടുപോകാൻ ആദ്യമായിട്ട് തരുന്നത്. ബാബുചേട്ടനെ പരിചയപ്പെട്ട ശേഷം പിന്നീട് 2 വർഷമൊക്കെ കഴിഞ്ഞിട്ട്. അതിനു മുമ്പ് റെഫറൻസിൽ ചെന്ന് വായിക്കൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ വായിച്ച ഒരു എക്സൈറ്റ്മെൻറ്റിൽ ബാബുചേട്ടനുമായിട്ട് ഈ ഒരു വിഷയം, ഈ ഒരു കാര്യം, ഇതിൻ്റെ അവസാനം പറയുന്ന കാര്യം ചർച്ച ചെയ്ത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഔഷധ ഹോമിയോപ്പതിയുടെ ആ ഒരു സൗന്ദര്യം, അതിനൊരു ശാസ്ത്രീയത, അതിൻ്റെ ഒരു ഗാംഭീര്യമൊക്കെ വളരെയധികം മനസ്സിലാക്കിയ ചില വരികളാണ് വരുന്നത്. ആ സമയത്ത് ഞാനത് പറയാം. ഓഫ് ദ മെയിൽ സെക്ഷൽ ഓർഗൻസ് വി ഹാവ് സം സ്ട്രേഞ്ച് ഫീച്ചേഴ്സ്. പുരുഷന്മാരുടെ ലൈംഗിക അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിചിത്രമായ സവിശേഷമായ ചില സ്വഭാവ സവിശേഷതകളുണ്ട്. ദിസ് മെഡിസിൻ ടേക്സ് away all sexual desire and debility, leaving the genitals relaxed and in a state of impotency. അവസാനം ഇമ്പോർട്ടൻസിയിലേക്ക് എത്തുന്നു. എങ്ങനെയാണ് ഇതിൻ്റെ പ്രൂവിങ്ങിൽ സംഭവിക്കുന്നത്? ഇതിൻ്റെ ആ വ്യക്തിയുടെ ലൈംഗികമായ താല്പര്യങ്ങളെല്ലാം എടുത്തു മാറ്റുന്നു, ലൈംഗിക ശേഷി എടുത്തു മാറ്റുന്നു. അങ്ങനെ വരുമ്പോഴേക്കും അയാൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറയും. ഇനി ഒരു കൊട്ടേഷൻ അപ്രൂവറെ കൊണ്ടിരിക്കുന്നു, റിലാക്സ്ഡ് പീനിസ്. ആ പ്രൂവിങ്ങിലൂടെയാണല്ലോ ഇത് മനസ്സിലാക്കുന്നത്. അപ്രൂവർ പറയും റിലാക്സ്ഡ് പീനിസ്, ഇമ്പോർട്ടൻസ്, ഡിമിനിഷസ് സെക്ഷൽ ഡിസയർ. മനസ്സിനെയും ബാധിച്ചു, സെക്ഷൽ ഡിസയറും കുറഞ്ഞു. പൂർണ്ണമായിട്ടില്ലാതെ എന്ന് പറഞ്ഞാൽ ഡിസയർ പോയി. ഹൈട്രോഫീഡ് പ്രൊസ്ട്രേറ്റ് വല്ലാതെ വീർത്തു വിങ്ങി. അട്രോഫിഡ് ടെസ്റ്റിക്കിൾസും വൃഷങ്ങളും വീർത്തു. ഇത്രയും ഒരു പ്രൂവർ കൊട്ടേഷനാണ്. ഇറ്റ് ക്യൂവേഴ്സ് ഓൾഡ് ഗ്ലീറ്റി ഡിസ്ചാർജ് ഫ്രം ദി യുറേത്ര. മൂത്രാശയത്തിൽ നിന്നും പഴകിയ ആ ഒരു വെള്ളം പോലെ നേർത്ത സ്രവം, ഡിസ്ചാർജ്, അതിനെ ഇത് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് ഓൾഡ് പെയിൻലെസ് വൈറ്റിഷ് ഗ്ലീറ്റി ഡിസ്ചാർജ് ദറ്റ് ഹാസ് ബീൻ ഇൻ എക്സിസ്റ്റൻസ് ലോങ് ടൈം. ദീർഘകാലമായിട്ട് നിലനിൽക്കുന്ന നേരിയ വെള്ള കലർന്ന വെള്ളം പോലുള്ള ആ ഡിസ്ചാർജ്, വേദനയില്ല, അതിനെ ഈ ഔഷധം സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ആൻ ഒഫൻസീവ് ഡിസ്ചാർജ്. ദുർഗന്ധമുള്ളൊരു സ്രവമായിരുന്നു. ആൻഡ് ദർ ഈസ് നോ ഇൻഫ്ലമേഷൻ. പക്ഷേ വീക്കമൊന്നുമില്ല. വീണ്ടും കൊട്ടേഷനാണ്. നംബ്രസ് ഓഫ് ദി ജെനിറ്റൽസ്. നേരത്തെ പറഞ്ഞോട് ചേർത്ത് വായിക്കാം. ലൈംഗിക അവയവങ്ങൾ മരവിച്ച അവസ്ഥ, റിലാക്സ്ഡ് അവസ്ഥ, മരവിച്ച അവസ്ഥ. ദ ഫീമെയിൽ ഹാസ് മെനി ട്രബിൾസ്. ഇനി സ്ത്രീകളുടെ പ്രശ്നം, സ്റ്റെറിലിറ്റി, വന്ധ്യത, സ്റ്റെറൈലാണ്. ഡ്വിൻഡലിംഗ് ഓഫ് ദ ഓവറി, അണ്ടാശയങ്ങൾ ചുരുങ്ങിപ്പോയി. ഡ്വിൻഡലിംഗ് ഓഫ് ദ മാമറി ഗ്ലാൻഡ്സ്, സ്തനത്തിലെ ഗ്രന്ഥികൾ, പാലുൽപാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ, അതും ചുരുങ്ങിപ്പോയി. ഒരു അമ്മയാകാൻ, ഗർഭം ധരിക്കാൻ അമ്മയാകാനുള്ള കപ്പാസിറ്റി പോയി. ആൻഡ് യെറ്റ് ദ ലിംഫാറ്റിക്സ് ബിക്കം എൻലാർജ്ഡ് ആൻഡ് ഇൻഫിൽട്രേറ്റഡ്.
പക്ഷെ ഇങ്ങനെയൊക്കെ അണ്ഡാശയവും സ്തനത്തിലെ പാൽഗ്രന്ഥികളും ഒക്കെ ചുരുങ്ങിയാണെങ്കിൽ പോലും ലിംഫ് ഗ്രന്ഥികൾ വല്ലാതെ വീർക്കുകയും കല്ലിക്കുകയാണ് ചെയ്തത്. നേരത്തെ പറഞ്ഞത് ആ ഒരവസ്ഥ ഇവിടെയും വരുന്നുണ്ട്. എ പാസീവ് ലുക്കോറൽ ഡിസ്ചാർജ്, വൈറ്റിഷ് തിക്ക് പെർസിസ്റ്റന്റ് ഓഫൺ കോപ്പിയസ് വേഴ്സ് അബൌട്ട് എ വീക്ക് ബിഫോർ ദ മെൻസ്ട്രൽ പീരീഡ്. ആർത്തവകാലത്തിന് ഒരാഴ്ച മുമ്പ് മോശമാകുന്ന തരത്തിൽ സുസ്ഥിരമായിട്ട്, അല്ലാത്ത സമയങ്ങളിൽ സുസ്ഥിരമായിട്ട് നിൽക്കുന്ന പാസീവായിട്ടുള്ള, വല്ലാതെ ശക്തമായിട്ട് വല്ലാതെ കുഴപ്പമുണ്ടാക്കില്ല വരുന്നൊരു വെള്ളപോക്ക്, വെള്ള നിറം തന്നെ കട്ടിയുള്ളത്, പെർസിസ്റ്റന്റ് ആണ്, വർദ്ധിക്കുന്നത് ആർത്തവത്തിന് ഒരാഴ്ച മുൻപ്. വിത്ത് സം കോൺസ്റ്റിറ്റ്യൂഷണൽ വീക്ക്നെസ് ടേക്സ് ഹോൾഡ് ഓഫ് ദ ലാരിങ്സ്, പാരലിറ്റിക് വീക്ക്നെസ്. അപ്പോൾ ഇയാളുടെ ആ ഒരു സ്വതവേയുള്ള ബാറ്റ കാർബോണിക്ക പേഷ്യൻറ്റിൻ്റെ സ്വതവേയുള്ള കോൺസ്റ്റിറ്റ്യൂഷനായിട്ടുള്ളൊരു ക്ഷീണിതാവസ്ഥ അയാളുടെ സ്വനപേടകത്തെയും പിടികൂടുന്നു. അപ്പോൾ അവിടെ ഒരു തളർവാദ സംബന്ധമായ തളർവാദം പോലുള്ള അവസ്ഥ. വോയിസ് എൻറ്റയർലി ലോസ്, ശബ്ദം പൂർണ്ണമായിട്ടും പോയി. ഇനി അല്ലെങ്കിൽ ഹോഴ്സസ് ആൻഡ് ഹസ്കിനെസ്, പൂർണ്ണമായിട്ട് ശബ്ദം പോയില്ലെങ്കിൽ പരുക്കൻ ശബ്ദം, താഴ്ന്ന ഇതിലുള്ള പിച്ചിലുള്ള പരുക്കൻ ശബ്ദം, അത് പ്രോവർ കോട്ട് ചെയ്തിരിക്കുന്നതാണത്. ലോ ഡീപ്പ് വോയിസ്, വളരെ താഴ്ന്ന ആഴത്തിലുള്ളതാണ്, പക്ഷേ അഗാധ, ശബ്ദത്തിന് ആഴമുണ്ട്, അഗാധമുണ്ട്, പക്ഷേ അതിൻ്റെ വോള്യൂം വളരെ കുറവാണ്. അഫോണിയ ഫ്രം കോൺസ്റ്റിറ്റ്യൂഷണൽ വീക്ക്നെസ്, ശബ്ദം നഷ്ടപ്പെട്ടു പോയ അവസ്ഥ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ശബ്ദം പുറപ്പെടുവിക്കാനുള്ള കഴിവ് പോയി. ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വീക്ക്നെസ്, നേരത്തെ പറഞ്ഞു, ആ സ്വതവേയുള്ള അയാളുടെ തളർച്ച, ആ തളർച്ച കൊണ്ട് ശബ്ദം പുറപ്പെടുവിക്കാനുള്ള അയാളുടെ കഴിവ് നഷ്ടപ്പെട്ടു പോയി. ആൻഡ് ഫ്രം പാരലിസിസ്, തളർച്ച, സ്വനതന്ത്രികളുടെയും സ്വനപേടകത്തിൻ്റെയും തളർച്ച, വാദം. ഫീലിംഗ് ഇൻ ദ ലാരിങ്സ് ഓൾ ദ ടൈം ആസ് ഇഫ് ഇൻഹേലിംഗ് സ്മോക്ക് ഓർ പിച്ച് ഓർ സൾഫർ ഫ്യൂംസ് ഓർ ഡസ്റ്റ്. അപ്പോൾ ഈ ഉണ്ടാക്കുന്ന സ്വനപേടകത്തിലേക്ക് എപ്പോഴും പുകയോ പൊടിയോ, ഈ ഗന്ധകപ്പുകയോ ഗന്ധകത്തിൻ്റെ പൊടിയോ മറ്റുമൊക്കെ, കൊപ്ര ഉണക്കലും കൊപ്ര ആട്ടലും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലും മറ്റുമൊക്കെ, പിന്നീട് കുടിയേറ്റ മേഖലകളിലൊക്കെ അവിടെ കൊപ്ര സംരക്ഷിക്കാൻ വേണ്ടി ഗന്ധക പുകയിടും. അപ്പോൾ ഗന്ധകം വീട്ടിലുണ്ടാവും, ഗന്ധക പുകയുടെ ഗന്ധവും ഒക്കെ ആളുകൾക്ക് പൊതുവെ അറിയാം. ചികിത്സക്കായിട്ടൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നു. അത് കൂടുതൽ അന്ന് ആയുർവേദ കടകളിൽ നിന്നാണ് വാങ്ങുന്നത്. ആയുർവേദ ഔഷധം ഞാൻ വാങ്ങിയിട്ടുണ്ട് വീട്ടിലേക്ക്. അപ്പോൾ ഇന്നിപ്പോൾ ഗന്ധകത്തിൻ്റെ പൊടി എന്നൊക്കെ പറഞ്ഞാൽ പലർക്കും മനസ്സിലാവില്ല. വിത്ത് ഹോഴ്സ്നെസ് ദർ ഇസ് എ ക്രോണിക് ഡ്രൈ ഹോഴ്സ് ബാർക്കിംഗ് കഫ്, നോട്ട് എ ഹാർഡ് കഫ്, ബട്ട് ഇറ്റ് കംസ് എവറി നൈറ്റ്. അപ്പോൾ ഈ ഒരു തൊണ്ടയിലുള്ള ഒരു കിരികിരിപ്പിനോട് ചേർന്നുകൊണ്ട് പഴകിയ സുസ്ഥിരമായ വരണ്ട കുരക്കുന്ന പോലുള്ള ചുമ, പക്ഷെ ഒരു വലിയ കടുപ്പമുള്ള ചുമയല്ല, ഒരു ചെറിയ കുര പോലെ. പുതിയ ഒരു പാസീവ് കണ്ടീഷനാണല്ലോ ഈ ഔഷധത്തിലുള്ളത്. പക്ഷെ അത് എല്ലാ രാത്രിയും, ഓരോ രാത്രിയും അത് വരും. സഫക്കേറ്റീവ് കോഫ് ഓഫ് ഓൾഡ് പീപ്പിൾ, പ്രായമായവരുണ്ടാകുന്ന ശ്വാസം മുട്ടിക്കുന്ന ചുമ. ഇറ്റ് സേസ് ഹിയർ, ടെക്സ്റ്റ് കോട്ട് ചെയ്തിരിക്കുകയാണ്, ഇംപെൻഡിങ് പാരലിസിസ് ഓഫ് ദി ലങ്സ്, ശ്വാസകോശത്തിനൊരു തളർച്ച വരാൻ പോകുന്നു, ശ്വാസകോശം തളർന്നു പോകും, അങ്ങനെ തോന്നിക്കുന്ന ചുമ. അതാണ് ടെക്സ്റ്റിൽ മെറ്റീരിയ മെഡിക്കയുടെ അപ്രൂവിംഗ് ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻ കീപ്പിംഗ് വിത്ത് ദ ജനറൽ നേച്ചർ ഓഫ് ദ റെമഡി. അതും പൊതുവെ ഈ രോഗാവസ്ഥയുടെ പൊതുസ്ഥിതിയോട് ചേർന്നാണ് വരുന്നത്. ചെസ്റ്റ് ഫുൾ ഓഫ് മ്യൂക്കസ് ബട്ട് അണേബിൾ ടു എക്സ്പെക്ട് ഇറ്റ്, നെഞ്ചിൽ നിറയെ കഫുണ്ട്, പക്ഷെ അതിനെ ചുമച്ച് കളയാൻ പറ്റുന്നില്ല. യു ഒബ്സർവ് ഫ്രം ദ എഫോർട്ട് മെയ്ഡ് ഇൻ ദ കോഫ് ദാറ്റ് ദർ ഇസ് എ വീക്ക്നെസ് സംവെയർ. അപ്പോൾ ഈ ചുമച്ചത് പുറത്ത് കളയാനുള്ള ശ്രമം കണ്ടാൽ മനസ്സിലാവും ഇയാൾക്ക് ചുമക്കാൻ പറ്റുന്നില്ല, ഇനബിലിറ്റി. ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ പോലെ ചുമക്കാനും കഴിവില്ല. ഇനബിലിറ്റി അയാളുടെ ചുമയെ നിരീക്ഷിച്ചാൽ മനസ്സിലാകും. എ ലാക്ക് ഓഫ് പവർ, ആ കരുത്തിൻ്റെ ശക്തിയുടെ കുറവ്, ബലക്കുറവ്. ഇറ്റ് ഈസ് നോട്ട് എ സ്ട്രോങ് എഫർട്ട്, വല്ലാതെ ശക്തമായിട്ടൊരു എഫർട്ട് എടുക്കാൻ പറ്റില്ല, തളർച്ചയാണ്. ഈ കൊട്ടേഷനാണ്. നെയ്റ്റ് കഫ് വിത്ത് ആസ്മാറ്റിക് ബ്രീതിങ്, രാത്രിയിലെ ചുമ, ആസ്മയുള്ള പോലെ ഉള്ള ശ്വസനം, വലിവ്. ഇനി കോഫ് എക്സൈറ്റഡ് ബൈ ഇറിറ്റേഷൻ ഇൻ ദ ലാരിങ്സ് ആൻഡ് ട്രക്കിയ, സ്വനപേടകത്തിലും ശ്വാസപേടകത്തിലും ഉണ്ടാകുന്ന കിരികിരിപ്പ് കൊണ്ട് ചുമയുണ്ടാകുന്നു. ദർ ഇസ് എ കോഫ് ഇൻ ബാരിറ്റ കാർബ് വേർ ഹി കോഫ്സ് ആൻഡ് കോഫ്സ് ആൻഡ് ഗെറ്റ്സ് നോ റിലീഫ് അണ്ടിൽ ഹി ലൈസ് ഓൺ ദ അബ്ഡമൻ. വളരെ സവിശേഷമായ അവസ്ഥ. ബാറ്റ കാർബിൽ ചെറുതരം ചുമയുണ്ട്, അയാൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അയാൾക്ക് ഒരു ആശ്വാസം കിട്ടണമെങ്കിൽ കമിഴ്ന്ന് കിടക്കണം, അടിവേറെ അമങ്ങുന്ന രീതിയിൽ കിടക്കണം. ആൻഡ് സോ ലോങ് ആസ് ഹി ലൈസ് ഓൺ ദ അബ്ഡമൻ ഹീസ് ഫ്രീ ഫ്രം കഫ്. അപ്പം എത്ര നേരം അയാൾ കമിഴ്ന്ന് അടിവേറെ ഞെങ്ങി കിടക്കുന്നു അത്രയും നേരം അയാൾക്ക് ചുമയില്ല.
Palpitation from slight exertion from lying on left side when thinking about it. ഇടതുവശം കിടക്കുമ്പോൾ ശ്വാസം നെഞ്ചിടിപ്പ് കൂടുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നേരത്തെ നെഞ്ചിടിപ്പ് കൂടുന്നു. നേരത്തെ നമ്മൾ കണ്ടതാണ്. ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇടതുവശം ചേർന്ന് കിടക്കുമ്പോൾ നെഞ്ചിടിപ്പ്. വിത്ത് ആങ്സൈറ്റി ആൻഡ് ഓർഗാസം ഓഫ് ബ്ലഡ്, ഉത്കണ്ഠയുണ്ട്, രക്തം ഇരച്ചു കയറലുണ്ട്. വിത്ത് സ്ട്രോങ് പൾസേഷൻ ഇൻ ദ ഹെഡ്, തലയിലേക്ക് രക്തം ഇരച്ചു കയറലും തലയിൽ വല്ലാതെ ശക്തമായ വിങ്ങലും. റാപ്പിഡ് പൾസ് നടീസ്പന്ദനങ്ങൾ വളരെ വേഗത്തിലാവുന്നു. പാൽപിറ്റേഷൻ ക്ലോറോട്ടിക് ഗേൾസ്, വളർച്ച ബാധിച്ച പെൺകുട്ടികളിലുള്ള ഈ നെഞ്ചിടിപ്പ്. ഇനി കൊട്ടേഷനാണ്. ടെൻഷൻ ഇൻ ദ മസിൽസ് ഓഫ് ദ ബാക്ക്, സ്വെല്ലിംഗ് ഓഫ് ദ ഗ്ലാൻസ് ഓഫ് ദ ബാക്ക് ഓഫ് ദ നെക്ക്, മുതുകിലുള്ള പേശികളിൽ വലിവ്, കഴുത്തിൻ്റെ പിൻഭാഗത്തുള്ള ഗ്രന്ഥികളിൽ വീക്കം. സ്വെല്ലിംഗ് ഓഫ് ദ സെർവിക്കൽ ഗ്ലാൻസ്, ഇടുപ്പിലുള്ള ഗ്രന്ഥികളിൽ വീക്കം. വീണ്ടും കൊട്ടേഷൻ. ഫാറ്റി ട്യൂമേഴ്സ് അപ്പോൺ ദ ബാക്ക്, മുതുകിൽ കൊഴുപ്പടിഞ്ഞുണ്ടാകുന്ന മുഴകൾ. ഇനി ഇതിനെക്കുറിച്ച് പറയുമ്പോഴാണ് ഈ രോഗശാന്തിയുടെ തത്വങ്ങളും ലക്ഷണങ്ങളുടെ പ്രാധാന്യം, ജനറൽ കണ്ടീഷൻ, പർട്ടിക്കുലേഴ്സ്, അതിനെക്കുറിച്ചുള്ള ഒരു രോഗിയുടെ കാഴ്ചപ്പാടും ഒരു ഹോമിയോപാത്തിൻ്റെ കാഴ്ചപ്പാടും. എ നമ്പർ ഓഫ് ടൈംസ് എ പേഷ്യൻ്റ് ഹാസ് സെഡ്, ഇദ്ദേഹത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു രോഗി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്, ഡോക്ടർ ഡിഡ് യു ഇന്റൻഡ് ടു ടേക്ക് അവേ ദാറ്റ് ഫാറ്റി ട്യൂമർ ഐ ഹാഡ് ഓൺ മൈ ബാക്ക്? എൻ്റെ മുതുകിൻ്റെ പിന്നിലുള്ള ആ ഒരു കൊഴുപ്പിൻ്റെ മുഴ അതൊന്നും മാറ്റിത്തരാൻ അങ്ങ് ചിന്തിക്കുന്നില്ലേ, അങ്ങനെ കരുതുന്നില്ലേ? കാരണം ഇദ്ദേഹം ഈ പ്രശ്നം പറഞ്ഞ് വന്നിട്ട് ഇയാളുടെ കേസ് ടേക്കിംഗ് നടത്തിയപ്പോഴൊന്നും ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് ഡോക്ടർ ചോദിച്ചിട്ടുണ്ടാവില്ല, കെൻറ്റ് ചോദിച്ചിട്ടുണ്ടാവില്ല. മരുന്ന് കൊടുത്തു. പോകുന്നതിന് മുമ്പ് ചോദിക്കുകയാണ്, എന്നെ മുഴയും പറഞ്ഞാണല്ലോ ഞാൻ വന്നത്, അത് മുഴയെടുത്ത് കളയാൻ ഉദ്ദേശമൊന്നും അങ്ങേക്കില്ലേ? കാരണം അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചോദിച്ചില്ലല്ലോ. ചോദിച്ച മുഴുവൻ വിശപ്പുണ്ടോ, ദാഹമുണ്ടോ, ഉറക്കമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ ചോദിച്ചത്. ദ ചാൻസസ് ആർ ഐ ഹാഡ് നോട്ട് നോ ഹി ഹാഡ് വൺ. അയാൾക്ക് ഇങ്ങനെ മുഴയുണ്ടോ എന്നുള്ള കാര്യം അറിയാനുള്ള സാധ്യത തന്നെ കുറവാണെന്ന്. കാരണം അദ്ദേഹം അത് പറഞ്ഞു, കെൻ്റ് അത് ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് മുഴയുണ്ടെന്നുള്ള കാര്യം കേസ് ടേക്കിങ്ങിലോ റിപ്പോർട്ടൈസിങ്ങിലോ കെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ശ്രദ്ധയിലേക്ക് വന്നു, പക്ഷെ അത് പരിഗണിച്ചിട്ടില്ല. അപ്പോൾ അത് എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നിരിക്കാനുള്ള സാധ്യത തന്നെ കുറവാണെന്നാണ് പറയുന്നത്, വളരെ സർക്കാസ്റ്റിക്കായിട്ട്. ഈ കെൻറ്റ് അതൊന്ന് ജനറലൈസ് ചെയ്ത് പറയാണ്. ദാറ്റ് ഈസ് ജനറലി ദ വേ സച്ച് തിങ്സ് അപ്പിയർ ഇൻ ദ പ്രാക്ടീസ് ഓഫ് എ ഹോമിയോപ്പതി ഫിസിഷ്യൻ. ഒരു ഹോമിയോപ്പത്തിൻ്റെ പ്രാക്ടീസിൽ പൊതുവെ സംഭവിക്കുന്ന കാര്യമാണത്. ഫോർ ഹി ഡസ് നോട്ട് പ്രിസ്ക്രൈബ് ഫോർ ദ ട്യൂമർ, എന്തെന്നാൽ അയാൾ ആ മുഴക്ക് വേണ്ടിയിട്ട് മരുന്ന് കൊടുക്കുന്നില്ല. ദ ചാൻസ് ആർ ഹി തിങ്സ് ലിറ്റിൽ അബൌട്ട് ദ ട്യൂമർ ഇൻ ഹിസ് പ്രിസ്ക്രിപ്ഷൻ. തൻ്റെ ഔഷധം തിരഞ്ഞെടുക്കുന്നതിൽ ഈ മുഴയെക്കുറിച്ചുള്ള പരിഗണന ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഹി ഗിവ്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ. അയാൾ കൊടുക്കുന്നത് ആ രോഗിയുടെ പൊതുസ്ഥിതിയെ പരിഗണിച്ചുകൊണ്ട്, അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനോട് യോജിക്കുന്ന ഔഷധമാണ് അയാൾ കൊടുത്തത്. ആൻഡ് ദേ ഓഫൺ ഡിസപ്പിയർ ആഫ്റ്റർ എ വൈൽ. പക്ഷേ അങ്ങനെയാണ് കൊടുത്തതെങ്കിലും മിക്കവാറും കുറച്ച് കഴിയുമ്പോൾ ഈ മുഴ അങ്ങ് പോവും. ഞാൻ പിന്നീട് പിൽക്കാലത്ത് ഞാൻ സൾഫറിലേക്ക് വരികയും സൾഫറിൻ്റെ ഔഷധമാണെന്ന് അപ്പോഴത്തെ അവസ്ഥയിൽ 89 ജൂലൈയിലാണ് തിരിച്ചറിയുകയും ചെയ്ത സമയത്ത് അതിൽ ഗൈനക്കോമാസ്റ്റിയ അതിൻ്റെ വേദന ഒന്നും അതിലില്ല. പക്ഷേ അതില്ലെങ്കിൽ പോലും സൾഫറിനെ സുഖപ്പെടുത്തുന്നുള്ള ബോധ്യം എനിക്ക് വന്നത് ഈ കെൻറ്റ് നേരത്തെ ബാരറ്റാക്കാൽവിൽ പറഞ്ഞ വാചകം വെച്ചുകൊണ്ടാണ്. അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ആൻഡ് ദെൻ ദ പേഷ്യൻറ്റ് തിങ്സ് ദ ഡോക്ടർ ഹാസ് ഡൺ എ വണ്ടർഫുൾ തിങ്. പക്ഷേ അങ്ങനെ മുള പോയെന്നിരിക്കട്ടെ, പോയി കഴിയുമ്പോഴേക്കും രോഗി ചിന്തിക്കുന്നത് എന്താണ്? ആ ഡോക്ടർ എന്തൊരു അത്ഭുതമാണല്ലോ ചെയ്തത്. ഒരു കത്തി വെക്കാതെ, ഒരു ഓയിൻമെൻറ്റ് തരാതെ, തിരുമ്മലോ വോൾട്ടീസ് വെക്കലോ ഒന്നും ചെയ്യാതെ എൻ്റെ മുതുകത്ത മുഴ ഈ ഡോക്ടർ കളഞ്ഞല്ലോ, അദ്ദേഹം ഒരു മഹാനാണല്ലോ, അദ്ദേഹം ഒരു മഹതിയാണല്ലോ എന്ന് പറയും. പക്ഷേ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ അയാളുടെ റെപ്പർട്ടൈസ് ചെയ്ത അയാളുടെ ഷീറ്റിൽ ആ വാക്ക് തന്നെ ഉണ്ടാകുകയില്ല. ആ ഔഷധത്തിൽ ആ ഒരു റൂബ്രിക്ക് ഒരു സിംറ്റം തന്നെ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കില്ല. ഇനി വീണ്ടും അതിനെക്കുറിച്ച് പറയുകയാണ്. ഹി ഗെറ്റ്സ് മോർ ഗ്ലോറി ആൻഡ് മോർ ക്രെഡിറ്റ് ഫോർ ക്യൂറിങ് എ വാട്ട് ദാൻ ഹി ഡസ് ഫോർ ക്യൂറിങ് ദ പേഷ്യൻറ്റ്. അരിമ്പാറയും പറഞ്ഞു വരുന്നു. അരിമ്പാറ അയാളുടെ വലിയ സൗന്ദര്യ പ്രശ്നമായിരിക്കാം. വിശേഷിച്ചും ഈ വിവാഹമൊക്കെ ആകാൻ നേരത്ത് ചെറുപ്പക്കാരികളും അന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ഹോമിയോപാത്തിൻ്റെ അടുത്ത്, ഒരു അമച്ചർ ഹോമിയോപാത്താണ്, എൻ്റെ ഒരു അകന്ന ബന്ധുവായിരുന്നു. അയാൾ ചെല്ലും,
2000 ഉള്ള സ്ഥിരം മരുന്ന്. എത്ര പേർക്ക് മാറിയിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല. കൊടുക്കും, പോവും. അപ്പോൾ അതിനാ വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ വരുമ്പോഴും ഒരു ഹോമിയോപാത്ത് അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷൻ എടുത്ത് അത് മാറ്റി അയാളെ സുഖപ്പെടുത്താനുള്ള ഔഷധമാണ് കൊടുക്കുന്നത്. പക്ഷെ അതിനോടൊപ്പം പോകുന്ന ആ അരിമ്പാറയെ പ്രതിയായിരിക്കും ഇയാൾക്ക് പ്രശസ്തിയും ഖ്യാതിയും മഹത്വവും പണവും ഒക്കെ കിട്ടുന്നത്. ദ ഡോക്ടർ ഓഫ് പ്രിസ്ക്രൈബ്സ് കറക്റ്റ്ലി ടേൺസ് ദ വൈറ്റൽ സ്റ്റേറ്റ് ഇൻ ഓർഡർ. ഇനി അത് പറയുകയാണ്, ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഈ കൃത്യമായിട്ടുള്ള ഔഷധം തിരഞ്ഞെടുത്ത് കൊടുക്കുന്ന ഹോമിയോപാത്ത് എന്താണ് ചെയ്യുന്നത്? ആ രോഗിയിലെ ജീവന്റെ അല്ലെങ്കിൽ ജീവതത്വത്തിൻ്റെ അതിൻ്റെ സ്ഥിതിയെ ക്രമപ്പെടുത്തുന്നു. ക്രമരഹിതമായിട്ട് കിടക്കുകയായിരുന്നു, ക്രമപ്പെടുത്തുന്നു. അതാണ് അയാൾ ചെയ്യുന്നത്. ഹി ക്യൂവേഴ്സ് ദ പേഷ്യൻറ്റ്. രോഗിയെ അയാൾ സുഖപ്പെടുത്തുന്നു. ആൻഡ് ദ പേഷ്യൻറ്റ്, ഇനി ആ രോഗി ബീങ് എ സ്റ്റേറ്റ് ഓഫ് ഓർഡർ, അയാളുടെ അവസ്ഥ, അയാളുടെ ജീവന്റെ അവസ്ഥ, ശരീരഘടനയുടെ അവസ്ഥയല്ല, ജീവന്റെ അവസ്ഥ ക്രമം ആയ സ്ഥിതിക്ക് ഇനി എന്താ സംഭവിക്കുന്നത്? കമൻസസ് ടു റിപ്പയർ ഹിസ് ബോഡി. അയാളുടെ ശരീരത്തെ റിപ്പയർ ചെയ്യാൻ, കേടുപോക്കാനുള്ള പണി തുടങ്ങുന്നു. ആ പണി ഹോമിയോപ്പതി ഔഷധത്തിൻ്റെ പണിയല്ല, ഹോമിയോപാത്തിൻ്റെ പണിയല്ല. അത് ആ വ്യക്തിയുടെ പണിയാണ്. ആ വ്യക്തിയെ ക്രമപ്പെടുത്തുക എന്നുള്ള പണിയാണ് ഹോമിയോപാത്തി ചെയ്യുന്നത്. ആൻഡ് ദ ടിഷ്യൂസ് ഗോ ത്രൂ എ ജനറൽ ഹൗസ് ക്ലീനിങ്. ഇനി അയാളുടെ പേശികളാണ് ആ ശരീരമാകുന്ന ഭവനം. അതിനെ വൃത്തിയാക്കുന്ന, ട്യൂമർ ഉണ്ടെങ്കിൽ, പഴുപ്പുണ്ടെങ്കിൽ, ഇൻഫിൽട്രേഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റി ശരിയാക്കുന്ന പണി അതുമായിട്ട് ബന്ധപ്പെട്ട കോശങ്ങൾക്കും കലകൾക്കുമാണ്. ആൻഡ് സച്ച് തിങ്സ് ആർ നോട്ട് നീഡഡ് ആർ ഡിസ്പെൻസ്ഡ് വിത്ത് ആൻഡ് ദ ഫിസിഷ്യൻ ഈസ് കൺസിഡേർഡ് എ വണ്ടർഫുൾ മാൻ. അപ്പം ഇതൊന്നും നമ്മുടെ പണിയല്ല, എങ്കിലും ഇതൊക്കെ നടക്കുന്നത് കണ്ടിട്ടാണ് രോഗി പറയുന്നു, ആ ഡോക്ടർ, ആ ഹോമിയോപാത്ത് ഇതൊരു മഹാനാണ്, മഹതിയാണ്. ഇപ്പം ഇതിനെക്കുറിച്ച് പിന്നീട് ബാബുചേട്ടനായിട്ടൊക്കെ കൂട്ടായ ശേഷം, ബാബുചേട്ടനാണ് ഈ പുസ്തകം എനിക്ക് ഡോക്ടർ ഷണായിക്കും എനിക്ക് വേണ്ടി വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി തന്നത്. ഞാൻ കൊണ്ടുപോയി വായിച്ച ശേഷം, ഈ ബേറ്റ കാർബൊക്കെ വായിച്ച ശേഷം പിന്നീട് പോയി ഈ ഒരു വിഷയം ചർച്ച ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്. 88-ലോ 89-ലോ മറ്റോ ആണ്. അന്ന് ബാബുചേട്ടൻ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ ചില ഉദാഹരണങ്ങൾ വരും, പെട്ടെന്ന് ചില ഉദാഹരണങ്ങൾ വരും. അധ്യാപകരുടെ ഒരു അനുഭവമാണത്. നല്ല അധ്യാപകർക്ക് ക്ലാസ് എടുത്തിട്ടിരിക്കും പെട്ടെന്ന് ഉദാഹരണം വരും. ബാബുചേട്ടൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സന്ദർഭം ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ആ ഉദാഹരണം ബാബുചേട്ടൻ പറഞ്ഞതാണ്, ഒരു വീട്ടിൽ ഒരു പൂച്ച കടന്നു കയറി, എങ്ങനെയോ ആൾ കടന്നു കയറി, അടച്ചക്കിട്ടിരുന്ന വീടാണ്, കടന്നു കയറിയിട്ട് അവിടെ ആകെ തട്ടിമറിച്ച്, അടുക്കള അവിടെയൊക്കെ തട്ടിമറിച്ച്, പല കുപ്പിയും ഗ്ലാസ്സും ഒക്കെ പൊട്ടിച്ച്, ഭക്ഷണ സാധനങ്ങളിലൊക്കെ കയറി ചവിട്ടി, അതൊക്കെ താഴെയാക്കി, പാനീയങ്ങൾ പലതും എണ്ണയും മറ്റുമൊക്കെ പോയി, അങ്ങനെ നാശമായി. ഇത് മറ്റൊരു മുറിയിലായിരുന്ന വീട്ടുടമസ്ഥൻ അറിഞ്ഞില്ല. പക്ഷേ ഈ ശബ്ദം കേട്ട് പുറമേ നിന്നൊരാൾ വന്നിട്ട് വിളിച്ചു പറഞ്ഞു, ദാ നിങ്ങളെ വീട്ടിലൊരു പൂച്ച കയറിയിട്ടുണ്ട്, പൂച്ച കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വന്ന് പൂച്ചയെ തല്ലി ഓടിച്ച് തുടച്ച് വൃത്തിയാക്കി ഭക്ഷണമൊക്കെ എടുത്ത് കളഞ്ഞ് പുതിയ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വീണ്ടും ആ വീട് ക്രമത്തിലാക്കി വെച്ചു. ഈ പൂച്ചയാണ് വൈറ്റൽ ഡിറേഞ്ച്മെൻറ്റ്, ഡിസീസ് ഉണ്ടാക്കുന്ന ഫോഴ്സ്. വീട്ടുടമസ്ഥൻ വീട്, അത് ശരീരത്തിലെ കോശങ്ങൾ. പുറമേ നിന്ന് വിളിച്ചു പറഞ്ഞ ആൾ, ആ സന്ദേശം കൊടുത്ത ആൾ, ഒരു കുഴപ്പമുണ്ടായിട്ടുണ്ട് സന്ദേശം കൊടുത്ത ആൾ, അതാണ് ഹോമിയോപ്പതിക് ഔഷധം. ഹോമിയോപ്പതിക് ഔഷധമാണ് നമ്മളുടെ ഈ ഹയർ പൊട്ടൻസീസ് 30-യോ സാധാരണ 30-യോ 200-ഓ അതിലൊക്കെ എന്ത് മെറ്റീരിയൽ ഉണ്ടായിട്ടാണ്. പുറത്തുനിന്ന് വിളിച്ചു പറയുന്ന ഒരാളുടെ ശബ്ദം ഇമ്മെറ്റീരിയലാണ്, ശബ്ദം എനർജിയാണ്, സൗണ്ട് എനർജി. അത് വന്ന് കാതുകളിൽ പതിക്കുകയാണ്, നാഡികളിലൂടെ തലച്ചോറിലെത്തുകയാണ്. തലച്ചോറ പറയുന്നത്, അതാ ഇന്നാൾ പറഞ്ഞു പൂച്ചയുണ്ട്, ചെന്ന് പൂച്ചയെ ഓടിക്കൂ, വൃത്തിയാക്കൂ. അപ്പോൾ ആ പുറത്തുനിന്ന് വിളിച്ചു പറയുന്ന ആളുടെ ശബ്ദമാണ് ഹോമിയോപ്പതി ഔഷധം. 30-യും 200-ഉം ഒക്കെ നാവിൽ വെച്ച് കൊടുക്കുമ്പോൾ, നാഡികളിൽ അത് സ്പർശിക്കുമ്പോൾ കിട്ടുന്ന ഒരു മെസ്സേജ് അവിടെ കൊണ്ട് തീർന്നു. ആ ഒരു ടിപ്പിക്കൽ, ആ പർട്ടിക്കുലർ, ആ വളരെ യുണീക്കായിട്ടുള്ള മെസ്സേജ്, ഓരോ ഔഷധത്തിനും യുണീക്കായിട്ടുള്ള മെസ്സേജ്, തീർന്നു പണി. പിന്നീട് പോകലും വൃത്തിയാക്കലും വീട് ശരിയാക്കലും ഒക്കെ വീട്ടുടമസ്ഥൻ്റെ പണിയാണ്. അയാളുടെ വൈറ്റൽ ഫോഴ്സിൻ്റെ പണി എന്ന് പറയാം വേണമെങ്കിൽ നമുക്ക്. വൈറ്റൽ പ്രിൻസിപ്പിൾ എക്സേർട്ട് ചെയ്യുന്ന പണി.
വീട്ടിലെ ജോലിക്കാരുടെ പണി, സ്കാവഞ്ചേഴ്സ്, അങ്ങനെയുള്ള പണികൾ. അപ്പോൾ അതുകൂടി കേട്ടതുകൂടിയാണ് ആ ഹോമിയോപ്പതിയുടെ ആ ഒരു പ്രവർത്തനത്തെക്കുറിച്ച്, ഔഷധങ്ങളെക്കുറിച്ചുള്ളൊരു ചിത്രം എനിക്ക് കിട്ടിയത്. ആ ചിത്രം ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. എൻ്റെ ആ ഒരു ആത്മവിശ്വാസവും ഇന്നും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. സോ ദിസ് റെമഡി ക്യൂവേഴ്സ് ട്യൂമേഴ്സ് ആൻഡ് വാട്സ്. അപ്പോൾ ചുരുക്കം അത്രയേ ഉള്ളൂ. വാരറ്റ കാർബ് മുഴകളെയും അരിമ്പാറകളെയും മാറ്റും. വാട്സ് അപ്പോൺ ദ ലിംസ്, കൈകാലുകളുള്ള അരിമ്പാറകൾ. ആൻഡ് അപ്പോൺസ് ദ ബാക്ക്, മുതുകിലുള്ള അരിമ്പാറ. ആൻഡ് അപ്പോൺ ദ ഹാൻഡ്സ്, കൈയിലുള്ള അരിമ്പാറ. പേഷ്യൻസ് ആർ ഓഫ് എ ഗോട്ടി റൊമാറ്റിക് ക്യാരക്ടർ. ഇനി ഈ വാറ്റ കാർബ് പേഷ്യൻറ്റിൻ്റെ ഒരു സ്വഭാവം, ഒരു വാദസംബന്ധമായ സ്വഭാവമുണ്ട്. വേഴ്സ് ഫ്രം ബിക്കമിങ് കോൾഡ് ആൻഡ് ഫ്രം കോൾഡ് വെതർ. നേരത്തെ പറഞ്ഞ പോലെ തണുപ്പടിക്കുന്നതുകൊണ്ട് തണുത്ത കാലാവസ്ഥയിൽ പൊതുവെ വാതരോഗികൾക്ക് അങ്ങനെയാണ് വരുന്നത്. പാരലറ്റിക് വീക്ക്നെസ് ആൻഡ് ട്രംബ്ലിംഗ് ആൻഡ് നംബ്നെസ് ഓഫ് ദ ഫീറ്റ്. കാലില് വാദസംബന്ധമായ ക്ഷീണം, വിറയല്, മരവിപ്പ് കാൽപാദങ്ങളിൽ. ഒഫൻസീവ് പെർസ്പിറേഷൻ ഓഫ് ദ ഫീറ്റ് വിച്ച് കോസസ് സോർനെസ് ഓഫ് ദ സോൾസ്, അൾസേഴ്സ് ഓൺ ദ ഫീറ്റ്, ചെക്ക്ഡ് ഫുഡ് സ്വീറ്റ്സ്. അപ്പോൾ കാൽപാദത്തിലുള്ള വിയർപ്പിന് ദുർഗന്ധമുണ്ട്. കാൽപാദങ്ങളിൽ, കാലിൻ്റെ ഉള്ളടിയിൽ അവിടെ നൊമ്പരമുണ്ടാക്കുന്നു, തൊലി പോയ പോലെ വ്രണങ്ങളുണ്ടാക്കുന്നു. ആ വ്രണങ്ങളുണ്ടാകുന്ന എപ്പോഴാണ്? ഈ വിയർപ്പിനെ ഏതെങ്കിലും രീതിയിൽ തടയാൻ നോക്കും. ഔഷധങ്ങൾ കൊടുത്തോ തണുപ്പത്തെ വെള്ളത്തിൽ വെച്ചോ ഒക്കെ തടയാൻ നോക്കുമ്പോൾ അവിടെ വ്രണങ്ങൾ വരുന്നു, മരവിപ്പൊക്കെ വരുന്നു. ട്രംബ്ലിംഗ് ഓഫ് ദ ഫീറ്റ് വൈൽ സ്റ്റാൻഡിങ് ആൻഡ് ടോട്ടറിങ് വൈൽ വാക്കിംഗ്. നടക്കാൻ നേരത്ത് കാൽപാദങ്ങൾ വിറയ്ക്കുന്നു, നടക്കുമ്പോഴോ ആളിങ്ങനെ ആടി പോകുന്നു. ടിയറിങ് ഡ്രോയിങ് പെയിൻ ഇൻ ദ ലോവർ ലിംസ്. കാലുകളിൽ വലിച്ചു കീറുന്ന പോലെ, വലിക്കുന്ന പോലുള്ള വേദനകൾ. സഡൻ ഷാർപ്പ് പെയിൻസ് ഇൻ നീസ്. മുട്ടിൽ പെട്ടെന്നുണ്ടാകുന്ന വളരെ രൂക്ഷമായ വേദന. ഇതാണ് വാറ്റ കാർബോണിക്കയെ കുറിച്ച് കെന്റ് പറയുന്നത്. എത്രയോ മഹത്തരമായ ഔഷധം. അതിനേക്കാൾ മഹത്തരമാണ് ഇതിൻ്റെ കൂട്ടത്തിൽ കെന്റ് നമുക്ക് പകർന്നു നൽകുന്ന ഹോമിയോപ്പതിയെക്കുറിച്ചുള്ള മഹത്തായ താത്വികമായ തിയറട്ടിക്കൽ നോളജസ് ബിറ്റ്സ്. നമുക്ക് നല്ലവണ്ണം അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. വാറ്റ കാർബിനെ വളരെ ജുഡീഷ്യസ് ആയിട്ട്, അബ്യൂസ് ചെയ്യാതെ, തെറ്റായ സാധനങ്ങൾ ഉപയോഗിക്കാതെ ശരിയായ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി മനസ്സിലാക്കി ശരിയായി ഉപയോഗിക്കാൻ നോക്കുക. ഈ പറഞ്ഞ പോലെ അത്ഭുതങ്ങൾ നിങ്ങളെ നോക്കി നിങ്ങളെ പേഷ്യൻസ് പറയും, ഇത് അത്ഭുതകരമായ ചികിത്സയാണ് ആ ഡോക്ടറുടേത്. അങ്ങനെ പറയാൻ നിങ്ങളെ നമ്മുടെ ഔഷധങ്ങളെല്ലാം പ്രാപ്തരാക്കും. വാറ്റ കാർബ് അതിൽ വളരെ മിടുക്കനാണ്. നമുക്കിനി അക്ഷരമാല ക്രമത്തിൽ നമുക്ക് ബെൻസോയിക് ആസിഡിലേക്ക് പോകാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.